ഇവനില്ലാണ്ട് ഞാൻ അങ്ങനെ അടിക്കുന്നു തോന്നുന്നുണ്ടോ? കൂട്ടുകെട്ടിയല്ലേ ഉള്ളല്ലേ. ഈ വിഷ്ണു കുറെ കാലം ഇദ്ദേഹത്തിനെ ഇങ്ങനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ കലോത്സവങ്ങളില്. എത്ര കാലം തോറ്റു സാറേ? മുഹമ്മദ് ഗോറി തോറ്റതൊന്നുമല്ല കേട്ടോ. പൃഥ്വിരാജിന്റെ മേലെ എനിക്ക് തോന്നുന്നു മുഹമ്മദ് ഗോറി 9 തവണ തോറ്റിട്ടുള്ളൂ. ഞാൻ നാണം കെട്ട് തോക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ് മുതൽ ഡിഗ്രി എല്ലാ വർഷവും തോക്കാനായിട്ട് ജന്മം. അതായത് അതായത് 1ാം സ്ഥാനം ഇവന്, 2ാം സ്ഥാനം എനിക്ക്, 1ാം സ്ഥാനം ഇവന്, 2ാം സ്ഥാനം, ഇങ്ങനെ പൊക്കൊണ്ടിരിക്കണ. അപ്പൊ കൊറേ നാള് ആഗ്രഹിച്ചില്ല ഇത് 2ാം സ്ഥാനമാക്കി എനിക്ക് 1ാം സ്ഥാനം. ഞാൻ സത്യത്തിൽ ഞാൻ ഇവനെ കൊട്ടേഷൻ കൊടുക്കാൻ എന്താ അല്ല പ്ലാൻ ഉണ്ടായിരുന്നു, അന്ന് കാശൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇവന്റെ മുമ്പിൽ ഇവനെ എങ്ങനെയെങ്കിലും തോപ്പിക്കാന്നുള്ളത് സത്യസന്ധമായിട്ട് എന്റെ ഉള്ളില് ഭയങ്കര, അതായത് ഞാനും ഇവനും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു സാറേ. ഇഷ്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല, ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ഇവനോട് റെസ്പെക്ട് ഭയങ്കരമായിരുന്നു എനിക്ക്. ഞങ്ങൾ രണ്ടുപേരും തമ്മിലൊരു ശീതസമരം ഉള്ളിന്റെ ഉള്ളില് ആ സമയത്ത്. ഇവനെന്താണെന്നറിയില്ല, ഇവൻ ചിലപ്പോ എന്നെ എതിരാളിയായിട്ട് കണ്ടിട്ടേ ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് നല്ല മൂത്ത എതിരാളിയായിരുന്നു. ഇവനെ പൊട്ടിക്കുക കട്ട എതിരാളി. അപ്പൊ ഇതിനു വേണ്ടി ഞാനിങ്ങനെ ചെത്തി മിനിക്കൊണ്ടേയിരുന്നു. ഓരോ തവണ ഇങ്ങനെ ശ്രമിച്ചു, നടന്നില്ല. +2 ശ്രമിച്ചു, നടന്നില്ല. എല്ലാം കഴിഞ്ഞു. അപ്പൊ എന്റെ അമ്മിച്ചയൊക്കെ ഇല്ലേ, എന്റെ അമ്മിച്ചും അപ്പിച്ചിയും കൂടിയാണ് എന്റെ മത്സരത്തിന് കൊണ്ടുപോകുന്നത്. ഇവനെ കണ്ടു കഴിയുമ്പോ അമ്മിച്ചിയുടെ ഗ്യാസ് പോകും. ഇതെല്ലാം കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ടേ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കാൻ പോവാ, മഹാരാജ ചെല്ലുക. അപ്പൊ എന്റെ വിചാരം മഹാരാജാസ് കോളേജിൽ ഒരു ഇങ്ങനെ നിക്കുക. നോക്കുമ്പോ ലോങ്ങിന്ന് അമ്മിച്ചി, എടാ അത് വിഷ്ണു അല്ലടാ വന്നത്, നിന്റെ സമ്മാനം പോയി. അമ്മിച്ചി പിന്നെയും പറഞ്ഞു. പക്ഷേ സാറേ, എന്നെങ്കിലും ഒരാളുടെ തോക്കേണ്ടി വരില്ലേ? ഡിഗ്രി ഫസ്റ്റ് ഇയർ വെച്ച് ആദ്യമായിട്ട് മഹാരാജാസിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഇവനെ വിഷ്ണു തോറ്റു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ്, ഇവൻ സെക്കൻഡ്. അത് മലർത്തി അടിച്ചു. ഞങ്ങള് കെട്ടിപ്പിടിച്ചു, കൂടി ഉമ്മ വെച്ചു. ഞങ്ങൾ പറഞ്ഞു, നമ്മൾ തമ്മിൽ ഇനി മത്സരിക്കുന്നില്ല, നമ്മളിനി ഒരുമിച്ചാണ് യാത്ര. ഇനി തീരുമാനിച്ചത് ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അതെന്തോ അതിന്റെ അഡ്വാൻറ്റേജ്? ഒന്ന് ഇനി ശത്രുക്കൾ ഒന്നായി മാറുന്നത്. അല്ല, അടുത്തവണ ഞാൻ ഇനി ഇവനെ തോപ്പിക്കാൻ വേണ്ടി അയ്യ സാറേ, മടുത്ത് തോറ്റു പറ്റി. അടുത്ത വല്ലതും തോപ്പിക്കുമല്ല. അതിൽ നല്ലത് എതിരാളിയുടെ അടുത്ത് വെല്ലുവിളിയല്ല, അവരെ മിത്രമാക്കുകയാണ് ഏറ്റവും വലിയ ബെസ്റ്റ് തന്ത്രം. വിഷ്ണു ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പോയിട്ടുണ്ടല്ലോ അല്ലേ? വിഷ്ണു സ്റ്റേജ് പ്രോഗ്രാമിൽ പോയത്, ഞാൻ ഈ നേട്ടങ്ങൾ ചോദിക്കുന്നവര് നന്നായിട്ട് കൂലി കിട്ടിയത് എവിടെയാ? അല്ല, കഴിഞ്ഞ ദിവസവും അതിപ്പോ ഓർമ്മിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇന്നലെ കൂടെ കിട്ടിയതല്ലേ? അല്ല, ഞാൻ ദൈവത്തെ കണ്ടൊരു കഥയുണ്ട്. വിഷ്ണുവിനെ അറിയാം നല്ല രീതിയിൽ. സാറേ, ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സമയവും ദൈവാനുഗ്രഹമാണല്ലോ സംഭവിക്കുക. അതെ, ഇന്ന് ഇപ്പൊ നല്ല സ്റ്റേജിൽ കളിച്ചു, അതേ സ്കിറ്റ് നാളെ കളിക്കുമ്പോ വേറെ ഓഡിയൻസിന് മുമ്പിൽ പരാജയപ്പെട്ടു പോവാം, ഏറ്റൊന്നും വരില്ല അല്ലേ? അതെ അതെ. അപ്പോ അതേപോലെ ഒരു സ്ഥലത്ത് ഏക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്നത്തെ കാലത്ത്. ഏക്കാറേ ഇല്ല. ഞാൻ പറഞ്ഞത്, പണ്ട് കലാഭവനിൽ കളിച്ചോണ്ടിരുന്ന സമയമുണ്ട്. ബി ടീമിലാണ്, സ്റ്റുഡന്റ് ടീമിലാണ് ഞാനൊക്കെ കളിച്ചോണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരു അന്ന് വിഷ്ണുവിന്റെ കളി എവിടെയാ? ഞാൻ 1 മാൻ ഷോയും ഇതൊക്കെയാണ്. മനുഷ്യന്റെ ഒരു അതങ്ങനെ വലിയ ട്രൂപ്പായിട്ടല്ല, ഞങ്ങൾ 3-4 പിള്ളേരെ വെച്ചിട്ട് കൊച്ചിൻ ജൂനിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ലോക്കൽ ചെറിയ ഒരു മയം ഉണ്ടാവാൻ വേണ്ടി ഇട്ട പേരാ. പരിപാടി പൊളിഞ്ഞ കൊച്ചിൻ പിള്ളേര് അല്ലേ? അടിക്കരുത് അല്ലേ? അടിക്കാൻ വിട്ടേക്കാൻ. അല്ല, ഇവനെന്ന് പറഞ്ഞാൽ കലാഭവന ഉള്ള ബ്രാൻഡിങ് ഉണ്ടല്ലോ, കലാഭവന്റെ പേരിലാണ് ഇവരെന്ന് പരിപാടിയാണ്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടല്ലേ ആളുകൾ കാണാനിരിക്കുന്നത്. മാത്രമല്ല, ഇവര് വല്ല സ്കിറ്റ് വല്ല അവതരിപ്പിച്ചാലേ അവര് ചീത്ത വിളിക്കല്ലേ. കാര്യം നമുക്ക് വിവരമില്ലാത്തോണ്ട് മനസ്സിലാവാൻ ഞാൻ വിചാരിക്കും. ഈ വലിയ കലാഭവൻ കിടക്കൂല്ലേ ബാക്കിൽ. ഈ പ്രോഗ്രാം ഓണത്തിന് പോയിട്ട് ഞങ്ങൾ പരിപാടി ചെയ്യാൻ വേണ്ടി ചെല്ലും. അപ്പൊ നമ്മൾ ചെല്ലുമ്പോ ഒരു വീട്ടിലാണ് ഞങ്ങൾക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ. അപ്പൊ ചെല്ലുമ്പോൾ ഭയങ്കര സ്വീകരണം, ചായ, പലഹാരങ്ങൾ, അത് കഴിക്കും, ഇത് കഴിക്കും, ഭയങ്കര ഇത്. അവിടുത്തെ ചേട്ടനാണെങ്കിൽ നമ്മളെ സ്നേഹിച്ചു കൊല്ലണ്. പരിപാടി നടത്തി 8 നില പൊട്ടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കൂവി പല നാട്ടുകാരുടെയും തൊണ്ട പൊട്ടി. അത്രയും കൂവി സ്റ്റേജിൽ നിന്ന് നാണം കെട്ട്. എന്നിട്ട് പക്ഷെ അതിന്റെ ദുരന്തം അതല്ല, സാധാരണ ഒരു സ്ഥലത്ത് പരിപാടി പൊളിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഊരി പോകാനല്ലോ. ഞങ്ങൾക്കാണെങ്കിൽ അവിടെ നിന്ന് രാത്രി പോകാൻ ബസ്സില്ല. ഈ കമ്മിറ്റിക്കാരന്റെ വീട്ടിൽ തന്നെ നാണം കെട്ട് കിടന്നുറങ്ങണം. മനസ്സിലായില്ലേ? കമ്മിറ്റിക്കാരനെ ഓൾറെഡി കേട്ടു ഈ പരിപാടി കൊണ്ടുവന്നതിന്. തെറിയാണെങ്കിൽ കുഴപ്പമില്ല സാറേ, നോട്ടം കൊണ്ടൊക്കെയുള്ള അപമാനങ്ങളില്ലേ? ഭക്ഷണമൊക്കെ തരൂല്ലേ? അപ്പൊ നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോ നമ്മള് ഒരു പപ്പടം എന്ന് പറഞ്ഞ അയാള് ഇങ്ങനെ ഒരു ലുക്ക്, ആ നോട്ടത്തിൽ തന്നെ നമ്മൾ ഇല്ലണ്ടാവും.
വേഗം കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. എല്ലാരും വേഗം കിടന്ന് ഉറങ്ങി. അപ്പൊ ഞാനാണ് ലീഡറല്ല. അപ്പൊ ഞാൻ പറഞ്ഞടാ പരിപാടി പൊളിഞ്ഞിട്ടും പപ്പടം രണ്ടാമത് ചോദിക്കാൻ കാണിച്ചതിന്റെ മനസ്സ് ആ കപ്പാസിറ്റി അല്ലേ.